കയ്പമംഗലം പഞ്ചായത്ത് 10ാം വാർഡിലെ LBS ഉന്നതിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 40 ദിവസത്തിലേറെയായി ഒരു തുള്ളി കുടിവെള്ളം പോലും പൈപ്പിലൂടെ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികളുടെ പരാതി. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കാലഹരണപ്പെട്ട പ്രധാന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി കുടിവെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പിന്നീട് വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും LBS ഉന്നതി പ്രദേശത്ത് ഇതുവരെ കുടിവെള്ളം ലഭിച്ചിട്ടില്ല. പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും ടാങ്കർ ലോറികളിൽ എത്തിച്ചു നൽകുന്ന കുടിവെള്ളമാണ് ഇപ്പോഴത്തെ ആശ്രയം. പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയമെത്തിച്ചെങ്കിലും സ്ഥിരമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വെള്ളം കൊണ്ടുള്ള ആശ്രയം ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. കുടിവെള്ളം ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഈ വെള്ളം പോയിട്ട് ഇത്ര നാളായി. ഇതിനൊരു പരിഹാരം നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇവിടെ പൈപ്പൊക്കെ അടച്ചിട്ട് അവര് മെമ്പർമാരും പ്രസിഡന്റുകാരും ബ്ലോക്കുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഇത്ര നാളും കൂടെ വെള്ളം വന്നിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതു ടാപ്പിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം വരുന്നുണ്ട്. പക്ഷെ ആ വെള്ളം നമുക്ക് ഇവിടെ ഇത്രയധികം വീടുകളുണ്ട്. അപ്പോൾ ഒരു 5-6 ബക്കറ്റോ 10 ബക്കറ്റോ കിട്ടിയിട്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്നില്ല. ഇതിനിടെ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുടിവെള്ള വിതരണം കൂടുതൽ ദുരിതമാക്കുകയാണ്. മഴയെ തുടർന്ന് റോഡ് ചെളിക്കുളമായതിനാൽ ടാങ്കറിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം പാത്രങ്ങളിലാക്കി ചെളി നിറഞ്ഞ വഴിയിലൂടെ ചുമന്നാണ് വീടുകളിൽ എത്തിക്കേണ്ടി വരുന്നത്. പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ കിണറുകളിലെ വെള്ളത്തിന് ചുവന്ന നിറമാണുള്ളത്. ഈ വെള്ളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിൽ കുടിവെള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. TCV കയ്പമംഗലം.